അടുത്ത ടോപ്പിക്കാണ് എയ്ഡ്സ്. എന്താണ് എയ്ഡ്സ്? ഈ ഡിസീസിന് കാരണക്കാരായ പാത്തജൻ എന്താണ്? എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ അത് വർക്ക് ചെയ്യുന്നത്? സോ എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം, ഇതാണ് എയ്ഡ്സ്. അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ അക്വയർ ചെയ്ത് നേടിയെടുക്കുന്ന ഒരു ഡിസീസാണ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിനെയാണ് ഇത് തകർക്കുന്നത്. അതാണ് എയ്ഡ്സ്. അതിൽ സിൻഡ്രം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് എന്നാണ്. ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ, അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ അടങ്ങുമ്പോഴാണ് നമ്മൾ പറയുന്നത് സിൻഡ്രം. ഒന്നിലധികം ലക്ഷണങ്ങൾ കാണിക്കുന്നു, അത് ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെയാണ് എന്ത് പറയുന്നത്? സിൻഡ്രം. സോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒന്നിലധികം ഇതുപോലത്തെ ഡെഫിഷ്യൻസി സിംറ്റംസ് കാണിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് എയ്ഡ്സ്. അത് അക്വയർ ചെയ്തെടുക്കുന്നതാണ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങളുടെ ഒരു കൂട്ടം തന്നെ, അത്രയധികം ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡെഫിഷ്യൻസിയാണ്. സോ ഡെഫിഷ്യൻസി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം അക്വയർഡ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരാളുടെ ആ ലൈഫ് ടൈമിൽ, ജീവിത കാലയളവിൽ ആ ആൾ നേടിയെടുക്കുന്ന, ആ ആൾക്ക് വന്നു ചേരുന്ന, എക്വയർ ചെയ്യുന്ന, ആ ലൈഫ് ടൈമിൽ എക്വയർ ചെയ്യുന്ന ഒരു ഡിസീസാണ്. അതും ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ബാധിക്കുന്ന ഒരു ഡെഫിഷ്യൻസി, പോരായ്മ. സോ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുകയാണ് ചെയ്യുന്നത് എയ്ഡ്സിലൂടെ, ഡെഫിഷ്യൻ്റ് ആവുകയാണ് ചെയ്യുന്നത്, വീക്ക് ആവുന്നു. സോ ഇമ്മ്യൂൺ സിസ്റ്റം ഡെഫിഷ്യൻ്റ് ആവുന്നു എപ്പോഴാണ്? ആ ലൈഫ് ടൈം ഓഫ് എൻ ഇൻഡിവിജ്വൽ. സോ ഒരു വ്യക്തിയുടെ ലൈഫ് ടൈമിൽ ആ വ്യക്തി നേടിയെടുക്കുന്ന, അതിൽ എക്വയർ ചെയ്തെടുക്കുന്ന ഒരു ഡെഫിഷ്യൻസി ആണ്. ആ ഡെഫിഷ്യൻസി ഇതിനെ ബാധിക്കുന്ന, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് ഈ എയ്ഡ്സ് എന്നത്, എക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. ഇത് ഒരു കൺജെനിറ്റൽ ഡിസീസ് അല്ല. കൺജെനിറ്റൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ജന്മനാ വരുന്ന ഡിസീസ് എന്നർത്ഥം. ഇത് ഒരിക്കലും ഒരു എന്താ പറയുക ബൈ ബർത്ത് തന്നെ അല്ലെങ്കിൽ ജന്മനാ കിട്ടുന്ന ഒരു ഡിസീസ് അല്ല. അതായത് ഹെറിഡിറ്ററി ആയിട്ട് അങ്ങനെ വരുന്ന ഒരു ഡിസീസ് അല്ല എയ്ഡ്സ്. ഇതെങ്ങനെ കിട്ടുന്ന? എക്വയർ ചെയ്ത് കിട്ടുന്ന, എക്വയർ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് എൻ ഇൻഡിവിജ്വലിൻ്റെ ലൈഫ് ടൈമിൽ എക്വയർ ചെയ്യുന്നതാണ്. ഇതൊരു കൺജെനിറ്റൽ അല്ല, ബൈ ബർത്ത് അല്ലെങ്കിൽ ജന്മനാ കിട്ടുന്ന ഒരു ഡിസീസ് അല്ല. ഇനി ഈ എയ്ഡ്സ് എന്ന് പറഞ്ഞ ഡിസീസ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് 1981 ആദ്യമായിട്ട് എയ്ഡ്സ് എന്ന് പറഞ്ഞ ഡിസീസ് റിപ്പോർട്ട് ചെയ്തത് 1981 നമ്മുടെ USA ലോസ് ഏഞ്ചൽസിലാണ്. ലോസ് ഏഞ്ചൽസിലാണ് 1981 ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. നമ്മുടെ ഇന്ത്യയിൽ ഈ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് 1986 1986 ഇന്ത്യയിൽ ഇത് റിപ്പോർട്ട് ചെയ്തത്. അത് ചെന്നൈയിൽ ചില പ്രോസ്റ്റിറ്റ്യൂട്ടുകളുടെ ഇടയിൽ നിന്നാണ്, അവരിലാണ് ഈ പറഞ്ഞ എയ്ഡ്സ് എന്ന് പറഞ്ഞ ഡിസീസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ 1986 ചെന്നൈയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇനി നമ്മളെ ഈ പറഞ്ഞ എയ്ഡ്സ് മറ്റെല്ലാ ഡിസീസിനെ പോലെ നമ്മുടെ ഈ എയ്ഡ്സ് എന്ന് പറഞ്ഞ ഡിസീസും ഒരുപാട് ഓൾ ഓവർ ദ വേൾഡ് എന്താ പറയുക ഒരുപാട് പേർക്ക് ഈ ഡിസീസ് വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു. സോ മോർ ദാൻ 25 മില്യൺ പീപ്പിൾസ് അല്ലെങ്കിൽ പേഴ്സൺ, 25 മില്യൺ പേഴ്സണേക്കാളും അതിലധികം ആൾക്കാർ ഈ എയ്ഡ്സ് എന്ന് പറഞ്ഞ മഹാമാരി കാരണം, അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഡിസീസ്, അത് കാരണം ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. എത്ര പേര്? 25 മില്യൺ പേഴ്സൺസ്, മോർ ദാൻ 25 മില്യൺ പേഴ്സണേക്കാളും അധികം ആൾക്കാർ കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട്, സോ ലാസ്റ്റ് 25 ഇയേഴ്സ് ആയിട്ട് മോർ ദാൻ 25 മില്യൺ പേഴ്സൺസ് ഈ പറഞ്ഞ എയ്ഡ്സ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു മഹാമാരി കാരണം മരിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാത്തജൻ എന്താണ്? എയ്ഡ്സിന് കാരണക്കാരനായ പാത്തജൻ അല്ലെങ്കിൽ കോസറ്റീവ് ഓർഗാനിസം നമ്മൾക്ക് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇതൊരു വൈറൽ ഡിസീസാണ്. സോ അതിൻ്റെ പാത്തജനാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. പേരിൽ തന്നെയുണ്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ഡെഫിഷ്യൻ്റ് ആക്കുക, വീക്കാക്കുന്ന വൈറസാണ് HIV.
അതിൻ്റെ എബിലിറ്റി കുറയ്ക്കുക, അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുക. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ നോർമൽ എബിലിറ്റി, അതിനെ ഡിഫെൻഡ് ചെയ്ത് എതിർത്ത് നിൽക്കാനുള്ള കഴിവ്, ആൻറ്റിജൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എതിർത്ത് നിൽക്കാനുള്ള കഴിവ് വീക്കാക്കി ഡെഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ് ഈ HIV എന്ന് പറഞ്ഞ വൈറസിൻ്റെ ഉദ്ദേശം. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV. ഇനി ഈ HIV എന്ന് പറഞ്ഞ വൈറസ് ആദ്യം ഡിസ്കവർ ചെയ്തത് ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റും അതുപോലെ വേറൊരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റും, ഇവർ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഈ പറഞ്ഞ HIV എന്ന് പറഞ്ഞ വൈറസിനെ ഡിസ്കവർ ചെയ്തത്. അത് 1984 ഈ എയ്ഡ്സിന് കാരണക്കാരായ ഈ കോസറ്റീവ് ഓർഗാനിസം HIV ആണെന്ന് അവർ ഡിസ്കവർ ചെയ്തത്. ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റും അതുപോലെ ഒരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റും അവർ തനിയെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് ഡിസ്കവർ ചെയ്തത്. ഈ എയ്ഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഡിസീസ് ഇപ്പോൾ HIV ആദ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ചിമ്പാൻസിയിലാണെന്ന് പറയപ്പെടുന്നു. സോ ചിമ്പാൻസിയിൽ നിന്നാണ് ഇത് മനുഷ്യനിലേക്ക് പാസ് ചെയ്ത് വന്നത്. സോ ചിമ്പാൻസിയിൽ നിന്ന് വന്ന ഒരു ഡിസീസാണ്, ചിമ്പാൻസിയിൽ നിന്ന് പാസ് ചെയ്ത് നമ്മുടെ ഹ്യൂമൻസിലേക്ക് എത്തിയൊരു ഡിസീസാണ് എയ്ഡ്സ് എന്ന് പറയപ്പെടുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചിമ്പാൻസിനെ കഴിച്ചിട്ട്, ഈ കശാപ്പ് ശാലയിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് അതിൻ്റെ മാംസം അല്ലെങ്കിൽ ഇത് ഭക്ഷിച്ചിട്ട് ഈ ചിമ്പാൻസിയുടെ ഈ മാംസം കശാപ്പ് ചെയ്ത് കഴിച്ചിട്ട് അത് സൗത്ത് ആഫ്രിക്കയിൽ 1960 സൗത്ത് ആഫ്രിക്കയിൽ ഈ ചിമ്പാൻസിയുടെ മാംസം അതിനെ കശാപ്പ് ചെയ്ത് കഴിച്ചിട്ടാണ് ഈ പറഞ്ഞ ഡിസീസ് ചിമ്പാൻസിയിൽ നിന്ന് മനുഷ്യനിലേക്ക് പാസ് ചെയ്ത് വന്ന് ട്രാൻസ്ഫേർഡ് ആയത് എന്ന് പറയപ്പെടുന്നു. സോ അതിൻ്റെ പാത്തജൻ നമ്മൾ പറഞ്ഞു HIV എന്നാണെന്ന്. ഇനി ഈ HIV എന്ന് പറഞ്ഞ വൈറസ് ഇറ്റ് ഈസ് എ മെമ്പർ ഓഫ് ഗ്രൂപ്പ് ഓഫ് വൈറസ്. ഒരു ഗ്രൂപ്പ് ഓഫ് വൈറസ് ഏതാണ്? റിട്രോ വൈറസ്. റിട്രോ വൈറസ് എന്ന ഗ്രൂപ്പ് ഓഫ് മെമ്പറിൽ വരുന്നതാണ് നമ്മുടെ HIV. സോ റിട്രോ വൈറസ് ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് വൈറസുകളാണ് ആ റിട്രോ വൈറസ്. റിട്രോ വൈറസ് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽ വരുന്നതാണ് നമ്മുടെ HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. സോ ഏത് ഗ്രൂപ്പിലുള്ളതാണ്? റിട്രോ വൈറസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ളതാണ്. ഇനി ഈ HIV-യുടെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ HIV-യുടെ സ്ട്രക്ചർ ഒരു സെൻട്രൽ കോർ, ഒരു സെൻട്രൽ റീജിയൻ കോർ ഉണ്ടായിരിക്കും. അതിൽ ഒരു RNA ജീനോം ഉണ്ടാകും, അതായത് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ. ഇതൊരു RNA വൈറസാണ്. സോ അതിൻ്റെ സെൻട്രൽ കോറിൽ ഒരു RNA ജീനോമും അതുപോലെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ടാകും. നമ്മൾ സെൻട്രൽ ഡോഗ്മയിൽ പഠിച്ചതാണ്. നോർമൽ ഇതിൽ നിന്ന് ആ ട്രാൻസ്ക്രിപ്ഷന് റിവേഴ്സായിട്ട് നടക്കുന്നതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. സോ ഈ RNA ജീനോം അതുപോലെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറഞ്ഞ എൻസൈമാണ് ആ സെൻട്രലിലുള്ളത്. ആൻഡ് അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഈ RNA ജീനോമിന് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈമിന് സറൗണ്ട് ചെയ്തിട്ട് ഒരു ക്യാപ്സിഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ എൻവലപ്പ് ഉണ്ടായിരിക്കും, പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരിക്കും. അതിനെ സറൗണ്ട് ചെയ്തിട്ട് പിന്നെ ഒരു ഔട്ടർ എൻവലപ്പ് ഉണ്ടായിരിക്കും. ഇതാണ് HIV വൈറസിൻ്റെ സ്ട്രക്ചർ. സോ HIV വൈറസിൻ്റെ ഒരു സെൻട്രൽ റീജിയനിൽ RNA ജീനോം ജനറ്റിക് മെറ്റീരിയലായിട്ട് ഉണ്ടാവും, പിന്നെ ഒരു റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന എൻസൈം ഉണ്ടായിരിക്കും. അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ക്യാപ്സിഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരിക്കും. അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ഔട്ടർ എൻവലപ്പും ഉണ്ടായിരിക്കും. ഇതാണ് ആ HIV വൈറസിൻ്റെ സ്ട്രക്ചർ. സോ ഈ HIV വൈറസ് മനുഷ്യനെ എഫക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലായ RNA DNA ആയിട്ട് കൺവേർട്ടഡ് ആവുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഏത് എൻസൈം? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം വഴി RNA DNA ആയിട്ട് മാറുന്നു. അതിനാണ് ആ എൻസൈം. അവിടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനാണ് നടക്കുന്നത്. സോ നമ്മുടെ HIV വൈറസിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ആ പിക്ചറും. സോ ഈ കാണുന്നതാണ് അതിൻ്റെ സിംഗിൾ ഇതാണ് സെൻട്രൽ കോർ എന്ന് ഉദ്ദേശിക്കുന്നത്. സെൻട്രൽ കോറിലുള്ള ഇതാണ് നമ്മുടെ സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA. ഇതാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA. അതിനെ കവർ ചെയ്തിട്ട് കാണുന്നതാണ് ഈ ക്യാപ്സിഡ് പ്രോട്ടീൻ. സോ ഇത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA. അതിനെ കവർ ചെയ്തിട്ടുള്ള എന്താണ്? ക്യാപ്സിഡ് പ്രോട്ടീൻ. അതിനെയും കവർ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഔട്ടർ എൻവലപ്പ്. ക്യാപ്സിഡിനെ കവർ ചെയ്ത ഔട്ടർ എൻവലപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ സിംഗിൾ സ്റ്റാൻഡേർഡ് കോറിൽ എന്തൊക്കെയുണ്ട്? സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ട്, പിന്നെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈമും അതുപോലെ സിംഗിൾ സ്റ്റാൻഡേർഡ് RNAയും അതിനെ കവർ ചെയ്തിട്ടുള്ള ക്യാപ്സിഡും അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഔട്ടർ എൻവലപ്പും. ഇതാണ് ഒരു HIV വൈറസിൻ്റെ സ്ട്രക്ചർ.